ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ 25, ഒന്നാമത്തെ വായന ഭാഗം. 2 ദിനവൃത്താന്തം 21, 22 അധ്യായങ്ങൾ. യഹോശഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം 21 അധ്യായം ആരംഭിക്കുന്നത്. അവിടെ ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു. മകനായ യഹോരാം യഹോശഫാത്തിന് പകരം രാജാവായി. യഹോശഫാത്തിനെ പോലെ ഏകാഗ്രതയുള്ള മകനായിരുന്നില്ല യഹോരാം ദൈവത്തിന് വിരോധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന യഹോശഫാത്തിന്റെ പുത്രന്മാരെ അസരിയാവ്, യഹിയേൽ, സെഖരിയാവ്, അസരിയാവ്, മിഖായേൽ, ശെഫത്യാവ്, അവരെ ഈ സഹോദരന്മാരെ സഹോദരന്മാരെ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് ഈ യഹോരാം കൊന്നു. യഹോരാം മൂത്തപുത്രനായതുകൊണ്ട് യഹോരാമിന് രാജ്യത്വം കിട്ടിയത്. അവന് 32 വയസ്സായപ്പോഴാണ് രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നത്. 8 വർഷമാണ് യഹോരാം യഹൂദയിൽ രാജാവായിരുന്നത്. ഈ അഹാബ് ഗ്രഹം ചെയ്തതുപോലെയൊക്കെ തന്നെ അവരുടെ വഴിയിലാണ് ഇയാളും നടന്നത്. അഹാബിന്റെ മകളായിരുന്നല്ലോ അഥല്യ, അവൻ്റെ ഭാര്യ. അഹാബിന്റെ മകളായിരുന്നു ഈ യഹോരാമിന്റെ ഭാര്യ. യഹോശാഫാത്തിന്റെ മകന്റെ ഭാര്യ അഹാബിന്റെ മകളായിരുന്നു അഥല്യയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇസബെല് അഹാബിനെ കൊണ്ട് ദോഷങ്ങളൊക്കെ ചെയ്യിച്ചതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു കാര്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ രാജാവിനെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ യഹൂദയിൽ രാജ്യത്വം അവസാനിപ്പിക്കുകയോ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിരുന്നത്. അതുപോലെ ദോഷമാണ് ഇയാൾ ചെയ്തത്. പക്ഷേ ദാവീദിന് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവൻ്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗ്രഹത്തെ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സിലായിരുന്നു. അതാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്നിട്ട് അവിടെ ഏതോം യഹൂദ ഗ്രഹത്തോട് യുദ്ധം ചെയ്യുന്നതിനെ സംബന്ധിച്ച്, എതിർത്ത് നിൽക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ വായിക്കുന്നുണ്ട്. ഏതോമിനെ തോൽപ്പിക്കുന്നതിന് വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത്, ഇത് ഇത്രയും ദോഷകരമായ പ്രവൃത്തികളൊക്കെയും പ്രവർത്തിച്ച് രാജ്യത്തെ ജനത്തെ തന്നെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്നത് കണ്ടിട്ട് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്ത് യഹോരാമിന് വരുന്നതിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഇതൊന്ന് ഓർത്തു വെച്ചോണം. ഇത് നമുക്ക് അടുത്ത അധ്യായത്തിന്റെ വായനയിൽ നമുക്കതൊന്ന് തിരിച്ചിവിടെ വരേണ്ടതുണ്ട്. ആ ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് വന്ന എഴുത്തിൽ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ നിന്റെ അപ്പനായ യഹോശഫത്തിന്റെ വഴികളിലും യെഹൂദ രാജാവ് ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നതുകൊണ്ട് ആഹാബ് ഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദയെയും യെരൂശലേം നിവാസികളും പരസ്യം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുകൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുക്കളെയും മഹാബാധ കൊണ്ട് ബാധിക്കും. നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും. ഇതാണ് ഏലിയ പ്രവാചകനിൽ നിന്ന് വരുന്ന കത്ത്. നേരിട്ട് വരികയല്ല, കത്താണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് കത്ത് അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്നത്, ഫിലിസ്ത്യർ, കൂശ്യർ, സമീപത്തുള്ള അറബികൾ അവരൊക്കെ യഹോരാമിന് നേരെ യുദ്ധത്തിന് വന്നു. അവർ ഇസ്രായേലിലേക്ക് വന്ന് ആക്രമിച്ച് രാജധാനിയിൽ കണ്ട വസ്തുക്കളൊക്കെ എടുത്തിട്ടും അവൻ്റെ പുത്രന്മാരെയും ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അവൻ്റെ ഇളയ മകനായ യഹോവാസ് അല്ലാതെ ഒരു മകനും ശേഷിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അയാളുടെ കുടലിനെ ഒരു പൊറുക്കാത്ത വ്രണം അല്ലെങ്കിൽ രോഗം കൊണ്ട് ദൈവം ബാധിക്കുകയാണ്. കാലക്രമേണ 2 വർഷം കഴിഞ്ഞിട്ട് ഈ രോഗം കഠിനമാകുകയും കുടല് പുറത്തു ചാടുകയും ചെയ്യുന്ന വിധത്തിൽ ആ രോഗം മൂർച്ഛിച്ചു. അങ്ങനെ യഹോരാം മരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ മരിച്ചത് 40-ാമത്തെ വയസ്സിലാണ്. അതായത് 32 വയസ്സായപ്പോഴാണ് രാജാവാകുന്നത്. 8 വർഷം രാജാവായിരുന്നു. അങ്ങനെ 40 വയസ്സ്. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു രാജാവായിട്ടാണ് യഹോരാം കടന്നുപോയത്. ദാവീദിന്റെ
നഗരത്തിൽ അടക്കി, പക്ഷെ രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കം ചെയ്തില്ല എന്നാണ് വായിക്കുന്നത്. ജനത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് രാജാക്കന്മാരുടെ കല്ലറയിൽ അടക്കിയില്ല, പക്ഷേ ദാവീദ് നഗരത്തിൽ അടക്കം ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി 22-ാം അധ്യായത്തിൽ യഹോരാമിൻ്റെ ഇളയ മകനായ അഹസ്യാവെ രാജാവാക്കുന്നതിനെ കുറിച്ച് വായിക്കുകയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ യഹൂദ രാജാവ് യഹോരാമിൻ്റെ മകൻ അഹസ്യാവ് രാജാവായി. അഹസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരുശലേമിൽ വാണു. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 32 വർഷം വയസ്സായപ്പോൾ രാജാവായ യഹോരാം 8 വർഷം രാജാവായി മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സ്. അദ്ദേഹത്തിൻ്റെ മകൻ ആ സമയത്ത് രാജാവാകുമ്പോൾ 42 വയസ്സ്. അതായത് 40 വയസ്സുള്ള അപ്പന് 42 വയസ്സുള്ള മകൻ രാജാവാകുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് ഒരു ശരിയായ കാര്യമല്ല. ഇത് തെറ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 2 രാജാക്കന്മാർ 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ഈ അഹസ്യാവിന് 22 വയസ്സെന്നാണ്. അത് ശരിയായ കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിലേ ഒക്കുള്ളൂ. 40 വയസ്സായ ആൾക്ക് 22 വയസ്സുള്ള മകൻ, 22 വയസ്സുള്ള അഹസ്യാവ് രാജാവാകുന്നു. അത് നമ്മൾ കാണുന്നത് 2 രാജാക്കന്മാർ 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അവിടെ നമ്മൾ തീരുകയാണ്. 17 മുതൽ വായിക്കുമ്പം 26-ൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ അവിടെ എഴുതിയിരിക്കുന്നത് അമ്മയ്ക്ക് അഥല്യ എന്ന പേർ, അവൾ ഉമ്രിയുടെ മകളായിരുന്നു എന്നാണ്. ഈ 2 കാര്യവും 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ കിട്ടും. അവിടെ ഇതിന് ഒമ്രിയുടെ മകളെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒമ്രിയുടെ മകളല്ല, ഒമ്രിയുടെ മകൻ്റെ മകളാണ്. ഒമ്രിയുടെ മകനായ ആഹാബിൻ്റെ മകളാണ് അഥല്യ. അപ്പോൾ ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 8-26 2 രാജാക്കം 8-26 എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് ഒമ്രിയുടെ പൗത്രി എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഒമ്രിയുടെ മകളല്ല, ഒമ്രിയുടെ പൗത്രി എന്ന് തന്നെയാണ് അഥല്യയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ 2 കൺഫ്യൂഷൻസും നമുക്ക് 2 രാജാക്കന്മാർ 8-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 26 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആകും. അപ്പോൾ ഇവിടെ ആഹാബ് ഗൃഹത്തിൻ്റെ വഴികളിൽ നടന്നു എന്നാണ്. ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവനെ ആലോചനക്കാരത്തിയായിരുന്നു. അതുകൊണ്ട് അവൻ ആഹാബ് ഗൃഹത്തെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അപ്പം ഇസബൽ എങ്ങനെയാണോ ആഹാബിനെ ദുഷ്ടത ചെയ്യാനും അന്യ ദൈവങ്ങളുടെ പുറകുവാനും പ്രേരിപ്പിച്ചത്, ഏതാണ്ട് അതുപോലൊക്കെ തന്നെ അഥല്യ ഈ അഹസ്യാവിനെ, മകനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആഹാബിൻ്റെ മകൻ യോരാം ഇസ്രായേലിൽ രാജാവാണ്. ആ രാജാവിനോട് കൂടെ സഖ്യമുണ്ടാക്കിയിട്ട് അരാം രാജാവായ ഹസായേലിനോട് യുദ്ധത്തിന് പോയി. പക്ഷേ ഇസ്രായേൽ രാജാവായ യോരാമിന് മുറിവേൽപ്പിക്കപ്പെട്ടു. അവിടെ വെച്ച് ജസ്രിയിൽ പോയി അവിടെ ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട്. യഹൂദ രാജാവായ യഹോരാമിൻ്റെ മകൻ അസരിയാവ് ആഹാബിൻ്റെ മകനായ യോരാം ദീനമായി കിടക്കുകയിൽ അവനെ കാണുവാൻ ജസ്രിയിൽ ചെന്നു. സഖ്യത്തിൻ്റെ തീവ്രതയാണ്. അവിടുത്തെ രാജാവ് പടയിൽ മുറിവേറ്റ് കിടക്കുമ്പോൾ ജസ്രിയിൽ എന്ന സ്ഥലത്ത് ചികിത്സയിലായിരിക്കും. അവിടെ കാണാനും പോവുകയാണ്. നേരത്തെ യുദ്ധം ചെയ്യാൻ പോയത് മറ്റൊരു കാര്യം, ഇപ്പോൾ കാണാനും പോയി. അപ്പോൾ അവിടെ ആ സമയത്താണ് യേഹു എന്ന് പറയുമ്പോൾ യേഹുവിനെ സംബന്ധിച്ച് ഒരു ദൈവത്തിൻ്റെ കൽപ്പന അരുളപ്പാടുണ്ടായത് ഏലിയ പ്രവാചകൻ്റെ കാലത്ത് തന്നെ. ഏലിയ പ്രവാചകന് ശേഷം ഏലിയ പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷ അല്ലെങ്കിൽ ആ ശുശ്രൂഷ ഏറ്റെടുക്കുമെന്നും ഈ ഇസ്രായേൽ രാജ്യത്ത് യേഹു രാജാവാകും എന്ന് പറയുന്നൊരു പ്രവചനമുണ്ട്. ആ ദൈവത്തിൻ്റെ അരുളപ്പാടും പ്രവചനത്തിന് ശേഷമാണ്
ഏലിയ പ്രവാചകനും എലീശ പ്രവാചകനും തമ്മിൽ വേർപിരിയുന്നതും ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് എടുത്തതുകൊണ്ട് കാണാതായി എന്ന് നമ്മൾ വായിക്കുന്നതും, അല്ലെങ്കിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞു, ഏലിയ പ്രവാചകനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു നമ്മൾ കാണുന്നത്. ആ സംഭവത്തിൻ്റെ ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വായിക്കുന്ന ഈ യേഹുവിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് വായിക്കുന്നത്. യേഹു പുറപ്പെട്ടു വന്നതും അതും ഈ നമ്മൾ തൊട്ട് 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഏലിയ പ്രവാചകന്റെ വക്കൽ നിന്ന് ഒരു കത്ത് വന്നതിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. യഹോരാമിന് വന്ന കത്ത്. ഇപ്പോൾ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് പറയുന്ന കാലത്തിനും വളരെ കാലത്തിന് ശേഷമാണ് ഈ ഏലിയ പ്രവാചകന്റെ കത്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏലിയ പ്രവാചകനെ സ്വർഗത്തിലേക്ക് എടുത്തില്ല, അല്ലെങ്കിൽ ജീവനോടെ സ്വർഗത്തിലേക്ക് പോയില്ല, മറിച്ച് ഇവർ തമ്മിൽ കാണാതായി എന്നുള്ളതേ ഉള്ളൂ. എലീശ പ്രവാചകനും അദ്ദേഹം തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല. ഇതാണ് അതിനകത്ത് വരുന്ന സത്യം. ആ സത്യത്തെ ഒന്ന് പറയാനാണ് ഞാനത് വായിച്ച 21-ാം അധ്യായത്തിൽ വായിച്ചപ്പം ഇവിടേക്ക് ഒന്ന് മടങ്ങി വരുമെന്ന് പറഞ്ഞത്. ഇപ്പം കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഏലിയ പ്രവാചകനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തുവെന്നോ ജീവനോട് എടുത്തുവെന്നോ പറയുന്ന ഭാഗം ചെന്ന് നമ്മൾ വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നൊരു കാര്യം, യഥാർത്ഥത്തിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നും ഏലിയ പ്രവാചകൻ പിന്നെയും ജീവിച്ചിരുന്നുവെന്നും ഏലിയ പ്രവാചകൻ്റെ എലീശയുടെ കാലത്ത്, അല്ലെങ്കിൽ എലീശയുടെ കാലത്തിൻ്റെ അവസാനം ആ ഒരു കത്ത് ഈ പറഞ്ഞ യഹൂദ രാജാവിന്, ഏലിയ പ്രവാചകൻ്റെയും എലീശ പ്രവാചകൻ്റെയും ശുശ്രൂഷയൊക്കെ അഹാബിൻ്റെ രാജ്യത്തായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേലിലായിരുന്നു. ആ ഇസ്രായേലിലെ പ്രവാചകരായിരുന്നവർ രണ്ടുപേരും. അതിൽ ഏലിയ പ്രവാചകൻ്റെ കത്ത് യഹോരാം രാജാവിന് വരുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വായിച്ചത്. അപ്പം അതിനെ അങ്ങനെ അത് കണ്ട് വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് കൂടെ ഓർപ്പിക്കട്ടെ. അപ്പം ഇതേ സമയം യേഹു വന്ന് ആണ് ഈ യുദ്ധം യേഹുവാണ് ഇത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഹസ്യാവിനെ അന്വേഷിച്ചു. അഹസ്യാവും കൊണ്ടുവന്ന് അഹസ്യാവിനെയും അവിടെ കൊന്നുകളയാണ്. അഹസ്യാവ് എന്ന് പറയുന്ന യഹൂദ രാജാവിനെ യേഹു കൊല്ലുകയാണ്. ഇതും നേരത്തെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായിരുന്നൊരു കാര്യമാണ്, ഇത് സംഭവിക്കുമെന്നുള്ളത്. അങ്ങനെ അഥല്യയുടെ മകനായ അഹസ്യാവ് മരിച്ചു, കൊല ചെയ്യപ്പെട്ടു എന്ന് കണ്ടിട്ട് അവരെഴുന്നേറ്റ് യഹൂദ ഗൃഹത്തിലെ രാജസന്തതിയെയൊക്കെ നശിപ്പിച്ചു. തൻ്റെ മകനല്ലേ മരിച്ചത്, വേറെയും ഭാര്യമാരും അവരുടെ മക്കളുമൊക്കെ യഹോരാം രാജാവിനുണ്ടല്ലോ, തൻ്റെ ഭർത്താവിനുണ്ടല്ലോ, അവരെല്ലാമാണ് ഈ അഥല്യ കൊല്ലുന്നത്. എന്നാൽ അതിനിടയ്ക്ക് യഹോശാബാത്ത് എന്ന് പറയുന്ന യഹോരാമിൻ്റെ സഹോദരി അവരുടെ ഇടയിൽ നിന്ന് അഹസ്യാവിൻ്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് യോവാശിൻ്റെ അമ്മയെയും ഒരു പ്രത്യേക ഗൃഹത്തിലാക്കി അവിടെ സൂക്ഷിച്ചു. ഈ യഹോരാം രാജാവിൻ്റെ മകളും യഹോദാ പുരോഹിതൻ്റെ ഭാര്യയുമാണ് യഹോശബത്ത്. ഞാൻ പറഞ്ഞതിലൊരു തെറ്റിപ്പോയി. അഹസ്യാവിൻ്റെ സഹോദരിയാണ്. അഹസ്യാവിൻ്റെ സഹോദരി എന്ന് പറയുന്നത് യഹോരാമിൻ്റെ മകളാണ്. അപ്പോൾ അതുപോലെ തന്നെ യഹോയാദ പുരോഹിതൻ്റെ ഭാര്യയുമായിരുന്നു ഈ യഹോശബത്ത്. അവരാണ് അഹസ്യാവിൻ്റെ മകനായ യഹോശാഫാത്തിനെ മോഷ്ടിച്ചെടുത്ത് ഈ അഥല്യെ കാണാതെ കൊണ്ട് സൂക്ഷിക്കുന്നത്. അങ്ങനെ 6 വർഷം ഈ യഹോശാഫാത്ത് എന്ന് പറയുന്ന മകനെ ഒളിപ്പിച്ച് സൂക്ഷിച്ചു. 6 വർഷം ഒളിച്ചു സൂക്ഷിച്ചു. ആ സമയത്തൊക്കെ അഥല്യയാണ് യഹൂദ രാജ്യം ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു സ്ത്രീ യഹൂദ രാജ്യം ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതും യഹൂദ ഗോത്രത്തിലോ ദാവീദിന്റെ ഗോത്രത്തിലോ അല്ലാത്ത ഒരു സ്ത്രീ ഈ 6 വർഷക്കാലം യഹൂദ ഭരിച്ചിരുന്നു എന്നുള്ളൊരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്നതും ഈ അധ്യായത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ വായനാ ഭാഗം ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ദാനിയേൽ സർവ ദേശത്തിനും അധിപതിയായിട്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ അധ്യായത്തിൽ വായിക്കുന്നത് രാജാവ് നെബൂഖദ്നേസർ രാജാവ് ദാനിയേലിനെ മഹാനാക്കി, എന്നിട്ട് ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും
വിദ്വാൻമാർക്കും പ്രധാന വിചാരകനുമാക്കി വെച്ചു. അപ്പോൾ ഏറ്റവും ടോപ്പാക്കി, ഏറ്റവും ഉന്നതനാക്കി വെച്ചു. ദാനിയേൽ അപേക്ഷിച്ചതുകൊണ്ട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവെ ബാബേലിലെ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരാക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിലാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ നെബൂഖദ്നേസർ പൊന്നുകൊണ്ട് ഒരു വലിയ ബിംബം ഉണ്ടാക്കി വെച്ചു. 60 മുഴം വണ്ണവും 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു പ്രതിമ. അത് ബാബേൽ സംസ്ഥാനത്തിലെ ദുരാ സമഭൂമിയിലാണ് ഇതിനെ നിർത്തിയത്. നെബൂഖദ്നേസർ രാജാവ് അവിടുത്തെ സകല ദേശാധിപതിമാരും, സ്ഥാനാപതിമാരും, ദേശാധിപതിമാരും, ന്യായാധിപന്മാരും, ഭണ്ഡാര വിചാരകന്മാരും, മന്ത്രിമാരും, നഗരാധിപന്മാരും, സകല സംസ്ഥാന പാലകന്മാരും. അപ്പം ഇതിനകത്ത് ദാനിയേലും ഉൾപ്പെടണം. അതുപോലെ തന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരൊക്കെ ഉൾപ്പെടും. എന്നിട്ട് ഇവരെല്ലാവരെയും പ്രതിഷ്ഠയ്ക്ക് വരുവാനായിട്ട് ക്ഷണിച്ചു. അങ്ങനെ എല്ലാവരും പ്രതിഷ്ഠയ്ക്ക് വരികയും ചെയ്തു. അവിടെ ആ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നപ്പോൾ അവിടെ ഈ ഉച്ചത്തിൽ ഘോഷിച്ച് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ വിളിച്ചു പറഞ്ഞു, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കാഹളം, കുഴല്, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. അവിടെ കൽദയന് മാത്രമല്ല, കൽദയ ദേശത്ത് വന്ന് താമസിക്കുന്നവരോ അല്ലെങ്കിൽ അവിടുന്ന് ഇതുപോലെ പ്രവാസത്തിൽ കൊണ്ടുവന്ന യഹൂദഗ്രഹം പോലെയുള്ള ആളുകളോ മറ്റു ദേശക്കാരും രാജ്യക്കാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഉള്ള നിയമമാണ് അവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാവരും ഈ ബിംബത്തെ നമസ്കരിക്കണമെന്നുള്ളത്. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. അപ്പം അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അവിടെ സംഭവം നടക്കുന്നു. അവിടെ അവരെല്ലാവരും ആ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചു. അപ്പോൾ ആ സമയത്ത് കൽദയർ രാജാവിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഇങ്ങനെയാണല്ലോ നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷേ ഇതനുസരിക്കാത്ത ചിലരിവിടെ രാജ്യ അധികാരത്തിൽ ഇരിക്കുന്നുണ്ട്, അധിപന്മാരായിട്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാർ. അവർ രാജാവിനെ കൂട്ടാക്കുന്നില്ല. അവർ തിരുമനസ്സിലെ ഈ ദേവനെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസറിൻ്റെ കോപം വർദ്ധിച്ചു. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇവർ 3 പേര് മാത്രമല്ല, ദാനിയേലും ഇത് നമസ്കരിക്കുന്നില്ല. പക്ഷെ ദാനിയേലിൻ്റെ പേര് ഇവിടെ ആരോപണത്തിൽ വരുന്നില്ല. അത് തോന്നുന്നത് ദാനിയേലിനെ ഒരു പരിധിവരെ അവർ അംഗീകരിച്ചിട്ടുണ്ടാകണം. അവർക്ക് വിരോധം ഇവിടെ ഉണ്ടായത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയാണ്. അവരെയും സംസ്ഥാനത്തിന് വിചാരകന്മാരാക്കി സ്ഥാനപതികളാക്കി നിയമിച്ചല്ലോ. അപ്പോൾ ദാനിയേലിനെ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ദാനിയേലിനെ വിട്ടുകളഞ്ഞത്. ഇവരെ പക്ഷേ ഈ സംസ്ഥാനത്തിന് അധിപതികളാക്കിയതിന് ഉള്ള എതിർപ്പ് കൊണ്ടായിരിക്കാം ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് മാത്രം ഈ ആരോപണ വിധേയരായത്. ദാനിയേലും ആരോപണ വിധേയനാകേണ്ടതാണ്. ദാനിയേൽ ഇവരെക്കാളും മുകളിലാണ് ഈ രാജാവിൻ്റെ മുമ്പിൽ ഈ കുറ്റം സംബന്ധിച്ച്. പക്ഷേ ദാനിയേലിനെ ആ സമയത്ത് അവർ ആരോപണ വിധേയനാക്കുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസറിന് ഭയങ്കരമായ കോപം വന്നു. അവർ ശദ്രക്കിനെ, മേശക്കിനെയും കൊണ്ടുവന്നു കൽപ്പിച്ച കൽപ്പന പ്രകാരം. അപ്പോൾ എന്നിട്ട് നെബൂഖദ്നേസർ അവരോട് പറഞ്ഞു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പോൾ കാഹളം, കുഴല്, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകല വിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങിയിരിക്കണം. നമസ്കരിക്കാതിരുന്നാൽ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിലിട്ട് കളയും. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനാവുന്ന ദേവൻ ആര്? അങ്ങനെ ഒരു ദേവനില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ശബ്ദം, കാഹളമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം. അപ്പോൾ അവരൊരുമിച്ച് രാജാവിനോട് മറുപടി പറയുന്നത്, രാജാവേ, ആ കാര്യത്തിൽ ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇപ്പം കാഹളവും കുഴലും തമ്പുരും കിന്നരയും വീണവും ഒന്നും മീട്ടണ്ട. അത് മീട്ടിയാലും സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ പറയാം. അതിനുവേണ്ടി അത് മീട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്ന് വിടുവിക്കട്ടെ, അത് സാരമില്ല. പക്ഷേ അങ്ങനെ തീച്ചുളയിൽ നിന്ന് വിടുവിക്കപ്പെട്ടില്ല എങ്കിലും ആ തീച്ചുളയിൽ ഞങ്ങൾ മരിച്ചു പോയാലും ഈ സ്വർണ്ണ
അല്ല ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല, ഒരു അന്യ ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കുകയില്ല, അത് ഉറപ്പിച്ച് പറയുകയാണ് എന്ന് നീ അറിഞ്ഞാലും എന്നവർ മറുപടി പറഞ്ഞു. അപ്പോൾ വീണ്ടും നെബൂഖദ്നേസറിന് കോപമായി. ഈ കാഹളമൊന്നും മുഴക്കാൻ നിന്നില്ല. ഇവരുടെ ഈ ധിക്കാരപരമായ സംസാരം കേട്ട് അപ്പോൾ തന്നെ 7 മടങ്ങ് ചൂട് ഉരിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ ബലവാന്മാരായ ചില ആളുകളോട് പറഞ്ഞു ഇവരെ ചങ്ങല കെട്ടി തീച്ചുള ഇടാൻ പറഞ്ഞു. അങ്ങനെ തന്നെ അവരെ ചങ്ങലയും ഇട്ടുകൊണ്ട് വന്ന അതേ കുപ്പായങ്ങളോടുകൂടി തന്നെ അവരെ തീച്ചുളയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ അത്ഭുതകരമായ കാര്യം, ഒന്ന് ഇവരെ എടുത്തുകൊണ്ട് പോയ ഈ ബലവാന്മാരായ ആളുകളെ ഈ തീച്ചുള ദഹിപ്പിക്കുകയാണ്. അപ്പം അവർ ദഹിച്ചു പോയി. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് അന്തം വിട്ട് നോക്കുകയാണ്. നമ്മൾ 3 പേരെയല്ലേ നമ്മൾ അതിനകത്തോട്ട് എറിഞ്ഞത്, പക്ഷെ അതിനകത്ത് ഇപ്പൊ 4 പേരെ കാണുന്നുണ്ടല്ലോ. അതിൽ ഒരുത്തനാണെങ്കിൽ ഒരുത്തനെ ദൈവദൂതനെ പോലെ ഇരിക്കുന്നു. അപ്പൊ അതാണ് അവർ കാണുന്ന കാഴ്ച. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയോട് കൂടി ഒരാൾ കൂടെ തീച്ചുളയിൽ നടക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അപ്പം വാതിക്കൽ ദൂരെ നിന്നിട്ട് നെബൂഖദ്നേസർ പറഞ്ഞത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ നിങ്ങൾ പുറത്തു വാ എന്ന് പറയുന്നു. പുറത്തു വന്നപ്പോൾ കാണുന്ന കാഴ്ച, അവരുടെ ദേഹത്തിന് തീ പിടിച്ചിട്ടില്ല, അവർ തലമുടി കരിഞ്ഞിട്ടില്ല, കാൽച്ചിട്ടയ്ക്കും കുപ്പായത്തിനൊന്നും കേട് വന്നിട്ടില്ല, തീയുടെ മണം പോലും അവരുടെ ദേഹത്തില്ല. ഇത് കണ്ടിട്ട് നെബൂഖദ്നേസറിന്റെ ഒരു കൽപ്പനയാണ് പുറകെ വരുന്നത്. അതിങ്ങനെയാണ്: ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷ്ണമായി ശകലിക്കും, അവന്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിക്കുന്നു. ഇതാണ് ദൈവമക്കളിൽ നിന്ന് വരേണ്ട സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാക്ഷ്യം എതിരായിരുന്ന രാജാവിനെ പോലും തങ്ങളുടെ ദൈവത്തിന് അനുകൂലമാക്കാൻ കഴിയുന്ന സാക്ഷ്യമാണ്. ഇതാണ് ദൈവമക്കൾക്കും പൈതലിനും ഉണ്ടാകേണ്ടത്. ഈ സാക്ഷ്യം ശത്രുവിനെ പോലും നമുക്ക് ദൈവത്തിന് അനുകൂലമാക്കുന്ന സാക്ഷ്യം. ഇതാണ് ഇന്നത്തെ ഈ വായനയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് ശത്രുവിനെയും ദൈവത്തിന് വിരോധമായി നിൽക്കുന്നവരെയും അതുപോലെ അന്യദൈവങ്ങളെ സേവിക്കുന്നവരെയും നമ്മുടെ ദൈവത്തിന് അനുകൂലമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വായനയെ ഇവിടെ അവസാനിപ്പിക്കാം. ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായമാണ് നമുക്ക് ഇന്നത്തെ 3-ാമത്തെ വായനാ ഭാഗമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോസ്തല പ്രവൃത്തികളെ പറയുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. മലയാളത്തിലും അതിൻ്റെ അതേ തലക്കെട്ട് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാർ. എല്ലാ അപ്പോസ്തലന്മാരുടെയും പ്രവൃത്തികൾ വിശദമായി ഒന്നും നമുക്ക് കാണാനൊക്കത്തില്ലെങ്കിലും പലരുടെയും കയറിയും കുറഞ്ഞുമൊക്കെയും പ്രവൃത്തികൾ. അതിലേറ്റവും കൂടുതൽ കാണുന്നത് പൗലോസ് എന്ന മനുഷ്യൻ്റെ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള തീവ്രതയും പ്രവൃത്തികളുമാണ്. അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തോട് കൂടെ ഉണ്ടായിരുന്ന, ഒട്ടുമിക്ക എല്ലാ സന്ദർഭങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എഴുതിയത്. നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ മാത്രമേ അതിനകത്ത് ഈ വായനകളിൽ അത് നമുക്ക് മനസ്സിലാക്കി പോകാനൊക്കെ ഉള്ളൂ. എങ്കിലും അത് ആരെന്ന് ഞാൻ പറഞ്ഞു പോകാം. അത് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയ ലൂക്കോസ് എന്ന വൈദ്യനായ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെയും രചയിതാവ്. അപ്പോൾ ഈ ലൂക്കോസാണ് ഒട്ടുമിക്ക പല സന്ദർഭങ്ങളിലും ഈ പൗലോസിനോടുകൂടെ ഉണ്ടായിരുന്നത്. അത് വായിക്കുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കപ്പൽ നീക്കി പമ്പിലേക്ക് കപ്പൽ അടുപ്പിച്ചു, അല്ലെങ്കിൽ അവിടെ ശീതകാലം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു, കപ്പൽ ഛേദത്തിൽ ഞങ്ങൾ അകപ്പെട്ടു, ഞങ്ങൾ എന്ന് പറയുമ്പം ഈ എഴുതുന്ന ആൾ അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെന്ന് പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ അതാണ്
അതിനകത്തുള്ളൊരു തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടെ ശ്രദ്ധിച്ച് വായിക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഇതും എഴുതപ്പെട്ടത്. പൗലോസ് അപ്പോസ്തലൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ, അതായത് പൗലോസ് അപ്പോസ്തലൻ അവസാനമായി കാരാഗ്രഹത്തിലാകുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് എഴുതും. പൗലോസ് അപ്പോസ്തലൻ്റെ മരണം ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മരണത്തിന് മുമ്പ് കാരാഗ്രഹത്തിലാകുന്നതും പിന്നെ റോമിൽ തന്നെ ജീവിതം കണ്ടിന്യൂ ചെയ്തതുമായിട്ടുള്ള അവസാനത്തിന് തൊട്ട് മുമ്പുള്ള കാര്യം വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ആ കാലമായപ്പോഴത്തേക്ക് ചിലപ്പം ലൂക്കോസ് നേരത്തെ മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ ഈ പൗലോസ് അപ്പോസ്തലൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ആ എഴുത്ത് അവിടെ അവസാനിച്ച് പോയത്. അപ്പം ഇവിടെ എൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ ടൈറ്റിൽ കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റും, തിയോഫിലോസെ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ യേശു ക്രിസ്തു ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. 1-ാമത്തെ വാക്യമാണ്, ഞാൻ ആദ്യം എഴുതിയ സുവിശേഷം എന്തിനെക്കുറിച്ചായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾ ഒറ്റ ഒരു സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം മൊത്തത്തിൽ ആ ഒറ്റ വാക്യത്തിനകത്ത് എഴുതി ഫലിപ്പിക്കാൻ ലൂക്കോസ് എന്ന ദൈവദാസന് കഴിഞ്ഞു. എന്നിട്ട് 2-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. അപ്പം ഇത് ലൈവ് കാലമാണ്. പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളിൽ അവർ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ലൂക്കോസ് നിൽക്കുന്നത്. അത് എഴുതാൻ പോവുകയാണ്, അതിനെ സംബന്ധിച്ച് അത് സംഭവിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എഴുതാൻ പോവുകയാണ് അതിനെക്കുറിച്ച്. അത് എഴുതുന്നതിൻ്റെ ഒരു മുഖവുരയാണ് യേശുക്രിസ്തു മുമ്പ് ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും, അതുകൊണ്ട് നിങ്ങൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, എങ്ങോട്ട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് മാറിപ്പോകരുത്, യെരുശലേമിൽ തന്നെ ഉണ്ടാകണം എന്ന് പറയുന്നത് ഇവിടെ ഓർപ്പിക്കുകയാണ്. ഇതിനിടയ്ക്ക് അതങ്ങനെ നിൽക്കട്ടെ, അത് ഇനി സംഭവിക്കാൻ പോകുന്ന 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതലാണ് ഇവിടെ ഈ പറഞ്ഞ പരിശുദ്ധാത്മാവ് ലഭിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് സ്നാനം ലഭിക്കും എന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയുന്നത്, അവർ ഒരുമിച്ച് കൂട്ടിരുന്നപ്പോൾ അവർ യേശുക്രിസ്തുവിനോട് ചോദിച്ചൊരു കാര്യത്തെ സംബന്ധിച്ചാണ്. കർത്താവെ, ഇന്ന് ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനത്തേക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ. അവരോട് ക്രിസ്തുവിൻ്റെ മറുപടി പറഞ്ഞത്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ചോദ്യം മത്തായി 26-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 26-ലോ 25-ലോ യേശുക്രിസ്തുവിനോട് ഇത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന്. അപ്പോൾ യേശുക്രിസ്തു അടയാളവും കാര്യങ്ങളും ഒക്കെ അവസാനം പറഞ്ഞിട്ട് പറയുന്നു, അത് എപ്പോഴെന്ന് ചോദിക്കുന്നത്, എപ്പോൾ സംഭവിക്കും എന്ന് ചോദിക്കും ചോദ്യത്തിന്, അത് എപ്പോൾ സംഭവിക്കും എന്ന് പിതാവിന് മാത്രമേ അറിയുള്ളൂ, ദൂതന്മാർക്ക് അറിയില്ല, പുത്രനായ എനിക്കും അറിയില്ല എന്നാണ് അവിടെ യേശുക്രിസ്തു മറുപടി പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിന് പോലും അറിയില്ല, അല്ലെങ്കിൽ ദൂതന്മാർക്ക് പോലും അറിയില്ല, അത് പിതാവ് തൻ്റെ കാലത്തിൻ്റെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്, അത് അന്വേഷിക്കാനുള്ള ജോലി നമുക്കിപ്പോൾ ഇല്ല എന്നുള്ളതും അവിടെ കൃത്യമായി തന്നെ യേശുക്രിസ്തു പറയുന്നുണ്ട്. ആ കാര്യം ഇപ്പോൾ രണ്ടാമത് വീണ്ടും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷവും വീണ്ടും ചോദിക്കുകയാണ്. അപ്പം ഇവിടെ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് ശക്തി ലഭിച്ചിട്ട് ശമര്യയിലും യഹൂദിയയിലും എല്ലായിടത്തും യെരുശലേമിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക യേശുക്രിസ്തു ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പോൾ അവിടെ പോകുമ്പോൾ 2 ദൈവദൂതന്മാരവിടെ നിൽക്കുന്ന അവർ കാണുന്നുണ്ട്. അവർ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അപ്പോൾ അവിടെ ഒരു ചോദ്യം ചോദിച്ചു, എന്നാണ് സംഭവിക്കുക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഇത് ഈ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന്. ആ ചോദ്യത്തിന് ഉത്തരം
അവിടെ പറയുന്ന ക്രിസ്തു അല്ല, അത് ഒരു ഉത്തരം അവിടെ ലഭിക്കുന്നുണ്ട്. അത് ദൈവദൂതന്മാർ പറയുന്ന ഉത്തരമാണ്. നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. അപ്പോഴാണ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന ഒരു സൂചന അവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അതെന്നാണെന്നുള്ളത് അവിടെ ദൂതന്മാരും പറയുന്നില്ല, ക്രിസ്തുവും പറയുന്നില്ല. ഈ ചോദിച്ച ശിഷ്യന്മാർക്ക് അത് അത് അതിൻ്റെ ഉത്തരം കിട്ടിയുമില്ല. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളിവിടെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. യഥാർത്ഥത്തിൽ അന്നാണ് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുക. ആ ദിവസം തന്നെ കൊടുക്കുമെന്നല്ല, അതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കുക. അത് ഞാൻ ഈ ഒരു ഭാഗം വെച്ചിട്ടല്ല, ഈ പുസ്തകത്തിലെ മറ്റ് പല ഭാഗങ്ങളും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അതിൻ്റെ ആരംഭം അവിടെ തുടങ്ങും. അതിന് വീണ്ടും വർഷങ്ങളോളം എടുക്കും. അതൊരു രാജ്യം, മുമ്പ് ഉണ്ടായിരുന്ന രാജ്യം, ആ രാജ്യം എന്താണെന്ന് ശരിക്കും പഠിക്കണം. മുമ്പുണ്ടായിരുന്ന രാജ്യം യഥാസ്ഥാനം. ഇവർ ചോദിക്കുന്ന ചോദ്യം ദാവീദിൻ്റെ രാജ്യം ആണ്. ദാവീദ് മുതൽ തുടങ്ങിയ ഒരു രാജ്യമാണ്. പക്ഷേ ആ ദാവീദിൻ്റെ രാജ്യം അതിനു മുമ്പേ അത് ശൗലിൻ്റെ രാജ്യമായിരുന്നു. ശൗലിന് മുമ്പേ ആ രാജ്യത്തിൽ രാജാവില്ലായിരുന്നു. അവിടെ ന്യായാധിപന്മാരാണ് രാജ്യം ഭരിച്ചിരുന്നത്. അതിനു മുമ്പ് യോശുവയാണ് അവർക്ക് നേതാവ്. അതിനു മുമ്പ് മോശയായിരുന്നു അവർക്ക് നേതാവ്. എന്നാൽ ഈ മോശ അവർക്ക് നേതാവായിരിക്കുമ്പോഴും യോശുവ നേതാവായിരിക്കുമ്പോഴും അവരുടെ ന്യായാധിപന്മാർ അവർക്ക് ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന കാലത്തും അതിൻ്റെ അവസാനം ശമൂവേൽ എന്ന ദർശകനും പുരോഹിതനും പ്രവാചകനുമൊക്കെ ഒരേ സമയം ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്ന ശമൂവേലിൻ്റെ കാലത്ത് ശമൂവേലിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് മനുഷ്യരെ പോലെ ഒരു രാജാവിനെ വാഴിച്ചു തരയണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതവർക്ക് വളരെ ഒരു കുറ്റമായാണ് ഭവിക്കുന്നത്, തെറ്റായിട്ടാണ് ഭവിക്കുന്നത്. ദൈവത്തിന് പ്രസാദകരമാകുന്നില്ല അത്. ആ ചോദ്യം, ആ ആവശ്യം അതുപോലെ ശമൂവേലിനും അത് അഹിതമായി തീരുന്നു എന്നുള്ളതാണ്. ഇതിനിടയ്ക്ക് മുമ്പ് ഗിദെയോൻ എന്ന ന്യായാധിപൻ്റെ കാലത്ത് ഗിദെയോൻ ഒരു യുദ്ധം ജയിച്ചു വരുമ്പം അവർ ഗിദെയോനോട് പറയുന്നുണ്ട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക, അതിനുശേഷം നിൻ്റെ മകൻ ഞങ്ങൾക്ക് രാജാവായിരിക്കട്ടെ, അതിനുശേഷം അവൻ്റെ മകൻ ഞങ്ങൾക്ക് രാജാവായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിദെയോനെ രാജാവാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും രാജാവാകയില്ല, എൻ്റെ മകൻ്റെ മകനും രാജാവാകില്ല. അവിടെ പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട്, യഹോവ ദൈവമാണ് നിങ്ങൾക്ക് രാജാവ് എന്നുള്ള കാര്യം. അപ്പം അത് അവിടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ആ ഒരു സത്യം അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശമൂവേലിനോട് ഈ ആവശ്യം പറയുമ്പോൾ ശമൂവേലിനോട് ദൈവം പറയുന്നത്, ശമൂവേൽ പ്രവാചകൻ്റെ 12-ാം അധ്യായത്തിൽ, നഹശോൻ നിങ്ങളുടെ യുദ്ധത്തിന് വരുമ്പം യഹോവ നിങ്ങൾക്ക് രാജാവ്, ദൈവം തന്നെ ശമൂവേലിനോട് പറയുന്നത്, യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കെ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ്, നഹശോൻ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നപ്പോൾ ദൈവം നിങ്ങൾക്ക് രാജാവായിരിക്കെ മനുഷ്യനായ ഒരു രാജാവിനെ നിങ്ങൾ വാഴിച്ചു തരണമെന്ന് പറഞ്ഞില്ല. അക്കാര്യത്തിൽ നിങ്ങൾ പിഴച്ചുപോയി, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുകാരാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേലിൻ്റെ രാജാവായിരുന്നത് യഹോവയായ ദൈവമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവം അവർക്ക് രാജാവായിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അവിടെ നിന്ന് മനുഷ്യർ രാജാവായി മാറുന്നത്. അവിടെ തന്നെ പറയുന്നുണ്ട്, പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, അതെനിക്ക് തോന്നുന്നു രാജാക്കന്മാർ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു, ശലോമോൻ്റെ കാലഘട്ടത്തിലാണ് പറയുന്നത്. അവിടെ ദാവീദ് യഹോവയുടെ സിംഹാസനത്തിൽ ഇരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശലോമോൻ യഹോവയുടെ സിംഹാസനത്തിൽ ഇരുന്ന് രാജഭരണം നടത്തി എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അവിടെ രാജാവായിരുന്ന ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന യഹോവയായിരുന്നു. ആ യഹോവയുടെ സിംഹാസനത്തിൽ, അവിടെ ഒരു സിംഹാസനം, ഫിസിക്കലി സിംഹാസനമൊന്നുമില്ല, ആ സ്ഥാനത്താണ് ദൈവം ഈ ശൗലിനെയും, ശൗലിന് ശേഷം ദാവീദിനെയും, ദാവീദിന് ശേഷം
ശലോമോനെയും, ശലോമോന് ശേഷം രാജ്യം രണ്ടാക്കപ്പെടുകയും 2 രാജ്യങ്ങൾക്കും പ്രത്യേക രാജാക്കന്മാരാവുകയും അങ്ങനെ 42 രാജാക്കന്മാർ ഇസ്രായേലിൽ വാഴുകയും ചെയ്തിട്ട് യഹോസ്കേൽ പ്രവാചകൻ്റെ കാലത്ത് ദൈവം പറയുന്നതാണ്, ഞാൻ ആ രാജ്യത്വം ഇനി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കില്ല, അതിനെ ഞാൻ നശിപ്പിക്കും. അങ്ങനെ അത് 3 പ്രാവശ്യം പറയുന്നത്, നശിപ്പിക്കും, ഉന്മൂലനാശം ചെയ്യുമെന്ന് 3 പ്രാവശ്യം പറയുന്നത്. അത് 3 പ്രാവശ്യം പറയുന്നത് അതിൻ്റെ ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് സിദെക്കിയാവ് എന്ന രാജാവിൻ്റെ, അതിനു മുമ്പ് ഇസ്രായേൽ രാജ്യത്വം നശിച്ചു. യോവാശാന്ന് തോന്നുന്നു അവസാനത്തെ രാജാവ്. അതിനുശേഷം ഏകദേശം 150 വർഷം കഴിയുമ്പോൾ യഹൂദ എന്ന രാജ്യവും അവസാനിക്കുന്നുണ്ട്. അപ്പോൾ യഹോസ്കേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ അതിനി അവിടെ ഉണ്ടാകില്ല. ആ സിദെക്കിയ രാജാവിൻ്റെ കാലത്തിന് ശേഷം പിന്നെ അവിടെ രാജാവ് ഉണ്ടായിട്ടില്ല. അത് യേശുക്രിസ്തുവിൻ്റെ കാലത്തും രാജാവില്ല. അത് യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പിന്നെ അവർ പ്രവാസത്തിലേക്ക് പോകുന്നുണ്ട്, കൽദയരാൽ പിടിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം മേദ്യർ അവരെ ഭരിക്കുന്നുണ്ട്, പാഴ്സികൾ ഭരിക്കുന്നുണ്ട്, ഈ ഗ്രീക്കുകാർ ഭരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് റോമൻസാണ് അവരെ ഭരിക്കുന്നത്. അതിനുശേഷം രാജാവ് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അവിടെ യഹോസ്കേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് അതിനി ഉണ്ടാകുകയില്ല, അധികാരമുള്ളവൻ വരുവോളം അതവിടെ ഉണ്ടാകുകയില്ല എന്നാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഒരു ദാവീദിൻ്റെ രാജ്യത്തെക്കുറിച്ചാണെന്ന് പറയുന്നത്. പക്ഷേ ദാവീദിൻ്റെ രാജ്യം അതിനു മുമ്പേ ദൈവത്തിൻ്റെ രാജ്യമായിരുന്നു. ദൈവം രാജാവായിരിക്കുന്ന രാജ്യം, അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നു. ആ ജനവും ദൈവം എന്ന രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യമാണ്. ആ രാജ്യത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അതിനിടയ്ക്ക് ഇനി അധികാരമുള്ളവൻ വരും. അത് യേശുക്രിസ്തു അധികാരമുള്ളവനായി വന്ന് ഈ രാജ്യത്തെ യഥാസ്ഥാനത്താക്കപ്പെടുത്തി അത് രാജാവായി വാഴും. അതിനുശേഷം വായിച്ചു നോക്കണം. 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 28 വരെ വായിച്ചു നോക്കണം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് വായിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു അവസാനം എന്താണെന്ന് അതിനകത്ത് മനസ്സിലാവും. യേശു രാജാവായി വരാനുണ്ട്. യേശു രാജാവായി വന്നതിന് ശേഷം എന്ത് നടക്കും എന്നുള്ളത് നമുക്കവിടെ 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ പ്രധാനമായി കണ്ട ഈ ഒരു കാര്യത്തിനകത്ത്, അതായത് ഇതാണ്, യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ നിങ്ങൾ വീണ്ടും വരും എന്ന ഒരു വാക്യത്തിൽ നിന്നും നീ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കണം എന്ന ചോദ്യത്തിൽ നിന്നുമാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. വിശദമായി ഇനി ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ആ ഒരു വലിയൊരു കാലയളവാണ് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നില്ല. ദയവായി ഞാനീ പറഞ്ഞ ഈ യേശുക്രിസ്തു വരികയും യേശുക്രിസ്തു രാജ്യം യഥാസ്ഥാനത്താക്കപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, പിന്നെ അവസാനം എന്ന് പറഞ്ഞ് ഞാനീ പറഞ്ഞ 1 കൊരിന്ത്യർ 15-ന്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പം ഈ പിന്നെ അവസാനം എന്തെന്നുള്ളത് നമുക്ക് ഗ്രഹിക്കും. പലർക്കും ഞാനതൊക്കെ ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. അതുവരെയും എത്രയോ പ്രാവശ്യം വായിച്ചു പോയിരുന്നിടത്ത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോയത് മനസ്സിലാക്കി കണ്ട് വായിച്ച് കണ്ണും ഉള്ളവുമൊക്കെ നിറഞ്ഞു പോയ ഒരു വേദഭാഗമാണ് ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അത് വായിച്ച് തന്നെ മനസ്സിലാക്കുക. നന്ദി. 3 വായന ഭാഗങ്ങളിലൂടെ അവസാനിക്കുന്നു. ദൈവം കൂടുതലായി നമ്മളോട് ഇടപെടുകയും വചനത്തിൻ്റെ സത്യങ്ങളെ, പൊരുളുകളെ, അതിൽ മറിഞ്ഞിരുന്ന കാര്യങ്ങളെ കൂടുതലായി നമുക്ക് ഗ്രഹിക്കാൻ ഇടയാക്കിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും സംരക്ഷകരായിരിക്കുവാൻ തക്കവണ്ണം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, സ്നേഹത്തിലും, ദൈവത്തോടുള്ള സ്നേഹത്തിലും, ബഹുമാനത്തിലും, അനുസരണയിലും മുതിർന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.